സുപ്രഭാതം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വീണ. പ്രധാന വാർത്തകൾ. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികൾ ഇന്നും തുടരും. ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയ സമയപരിധി വൈകിട്ട് 5-ന് അവസാനിക്കും. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് സർക്കാരിന്റെ നടപടി. റിപ്പോർട്ടുടൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. സമയബന്ധിതമായി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു. റവന്യൂ ഡെപ്യൂട്ടി കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടപടി തുടങ്ങി. 11 ജില്ലകളിലായി 200-ലേറെ സ്ഥലങ്ങളിലാണ് ജപ്തി ആരംഭിച്ചത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ സത്താറിന്റെ 15 സെന്റ് പുരയിടവും വീടും കണ്ടുകെട്ടി. പാലക്കാട് ധോണിയെ ഭീതിയിലാക്കിയ PT-7 കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചു. 72 പേർ അടങ്ങുന്ന ദൗത്യ സംഘത്തിൽ 3 കുങ്കിയാനകളുമുണ്ട്. RRT സംഘം PT-7 കാട്ടാനയെ നിരീക്ഷിച്ചു വരുന്നു. ദൗത്യ സംഘം വനത്തിലേക്ക് പ്രവേശിച്ചു. ധോണി അരിമണി ഭാഗത്ത് ആനയെ കണ്ടെത്തിയതോടെയാണ് ദൗത്യം ആരംഭിച്ചത്. 5 സംഘമായി തിരിഞ്ഞാണ് സംഘം ദൗത്യത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കാട്ടാനയെ സുരക്ഷിത സ്ഥാനത്ത് കണ്ടെത്തിയാൽ മയക്കുവെടി വയ്ക്കും. ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ 2ാമത്തെ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. കാലടി സ്വദേശിനി റോസ്ലിയെ കൊലപ്പെടുത്തിയ കേസിൽ പെരുമ്പാവൂർ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. തമിഴ്നാട്ടുകാരി പത്മയെ കൊലപ്പെടുത്തിയ കേസിന്റെ കുറ്റപത്രം ജനുവരി 6-ന് എറണാകുളം JFCM കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് 90 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. SPT ബിജു ജോർജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത്. സർവകലാശാല വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് രൂക്ഷമാകുന്നു. മലയാളം സർവകലാശാലയിൽ VC-യെ കണ്ടെത്താൻ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാനുള്ള സർക്കാർ നീക്കത്തെ ഗവർണർ എതിർത്തേക്കും. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ ആവശ്യപ്പെട്ട് സർക്കാർ കത്ത് നൽകി. ഗവർണറുടെ പ്രതിനിധിക്ക് പുറമെ സർക്കാരിന്റെയും UGC-യുടെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെയും സിൻഡിക്കേറ്റിന്റെയും പ്രതിനിധികൾ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിച്ചത്. ദേശീയ ഗുസ്തി താരങ്ങളുടെ സമരം അവസാനിപ്പിച്ചു. കായിക മന്ത്രി അനുരാഗ് ഠാക്കൂറുമായി താരങ്ങൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. താരങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തും. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് BJP MP ബ്രിജി ഭൂഷൺ ശരൺ സിംഗ് മാറി നിൽക്കും. ബ്രിജി ഭൂഷണെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അടക്കമാണ് അന്വേഷണം. ത്രിപുരയിൽ BJP സർക്കാരിനെ പുറത്താക്കാൻ ഒന്നിച്ചു നീങ്ങുവാനുള്ള തീരുമാനത്തിലേക്ക് CPM-ഉം കോൺഗ്രസും ധാരണയിലെത്തി. ഇതിന്റെ ആദ്യപടിയായി സംയുക്ത റാലി നടത്താനാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം. റാലിയിൽ പാർട്ടി പതാകകൾ ഒഴിവാക്കിയാകും ഇരു പാർട്ടികളുടെയും പ്രവർത്തകർ അണിനിരക്കുക. പാർട്ടി പതാകയ്ക്ക് പകരം ദേശീയ പതാകയാകും കോൺഗ്രസ് CPM പ്രവർത്തകർ റാലിയിൽ ഉപയോഗിക്കുക. ജനാധിപത്യവും വോട്ടവകാശവും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPM കോൺഗ്രസ് സംയുക്തമായി റാലി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾക്കായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ഭക്ഷ്യവിഷബാധ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ അന്വേഷണം നടത്തി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും ഇവ കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനുമായാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. ഇതിനു പുറമെ മാർക്കറ്റിൽ മായം ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നത് തടയുന്നതിനായി രഹസ്യ സ്വഭാവത്തോടുകൂടി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്നതും ഫോഴ്സിന്റെ ചുമതലയാണ്. തലസ്ഥാനത്തെ ഗുണ്ടാ പോലീസ് ബന്ധത്തിൽ കൂടുതൽ നടപടിക്കൊരുങ്ങി ആഭ്യന്തര വകുപ്പ്. തിരുവനന്തപുരത്തെ 3 DYSP-മാർക്കെതിരെ കൂടി നടപടി ഉടനുണ്ടായേക്കും. ഗുണ്ടാ സംഘങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഇടനിലനിന്ന 2 DYSP-മാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. 4 ദിവസത്തിനിടെ 4 SHO-മാരെയും 5 പോലീസുകാരെയുമാണ് തിരുവനന്തപുരത്ത് മാത്രം സസ്പെൻഡ് ചെയ്തത്. 3 പോലീസുകാരെ പിരിച്ചുവിടുകയും ചെയ്തു. മാഫിയകളുമായി ബന്ധം പുലർത്തിയിരുന്ന പോലീസുകാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഷാറുഖ് ഖാനും ദീപിക പദുക്കോണും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പഠാൻ സിനിമ റിലീസ് ചെയ്യരുതെന്നാവശ്യപ്പെട്ട് തിയേറ്റർ ഉടമകളെ ഭീഷണിപ്പെടുത്തിയതിന് ഒരാൾ അറസ്റ്റിലായി. തൗജി എന്ന് വിളിപ്പേരുള്ള സണ്ണി ഷാ എന്ന 33-കാരനാണ് അഹമ്മദാബാദ് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്.
നിവിൻ പോളിയും ഹനീഫ് അദേനിയും വീണ്ടും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന് തുടക്കമായി. നിവിൻ പോളിയുടെ 42ാമത് ചിത്രമായി ഒരുക്കുന്ന സിനിമ പോളി ജൂനിയർ പിക്ചേഴ്സും ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസും ചേർന്നാണ് നിർമ്മിക്കുന്നത്. സിനിമയുടെ പൂജാവിശേഷങ്ങൾ ലിസ്റ്റിൻ സ്റ്റീഫനാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. നിവിൻ പോളിക്ക് പുറമെ ബാലു വർഗീസ്, ഗണപതി, വിനയ് ഫോർട്ട്, ജാഫർ ഇടുക്കി, സാനിയ ഈപ്പൻ എന്നിവരും ചിത്രത്തിലുണ്ടാകും. നാനിയും കീർത്തി സുരേഷും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ദർസയുടെ സിനിമാ ഷൂട്ടിംഗ് തീർന്നപ്പോൾ സഹപ്രവർത്തകർക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകി കീർത്തി സുരേഷ്. 2 ഗ്രാം വീതമുള്ള സ്വർണ്ണ നാണയം വീതമാണ് 130 യൂണിറ്റ് അംഗങ്ങൾക്ക് കീർത്തി സുരേഷ് നൽകിയത്. ചിത്രത്തിൽ വെന്നില എന്ന കഥാപാത്രത്തെയാണ് കീർത്തി അവതരിപ്പിക്കുന്നത്. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് റായ്പൂരിൽ. 3 ഏകദിനങ്ങളടങ്ങുന്ന പരമ്പരയിലെ 2ാമത്തെ മത്സരം വിജയിച്ച് പരമ്പര ജയം ഉറപ്പിക്കാനാണ് ഇന്ത്യ ഇറങ്ങുന്നത്. എന്നാൽ ജയത്തോടെ ഇന്ത്യക്കൊപ്പം പിടിക്കാനാണ് കിവീസ് ശ്രമം. അതേസമയം ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ 3 ബാറ്റ്സ്മാൻമാർ ഒരേ സമയം ടീമിൽ കളിക്കുന്നു എന്ന പ്രത്യേകതയും ഇന്നത്തെ മത്സരത്തിനുണ്ട്. ഹൈദരാബാദിൽ നടന്ന ആദ്യ ഏകദിനം വിജയിച്ച ടീം ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.